ബ്രൈറ്റ് സണ്ണി ഡേ കേൾക്കാൻ ഭയങ്കര പോസിറ്റീവ് ആണ് വെച്ചാലും നമ്മളെ ഇപ്പോൾ ഏറ്റവും ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഉയർന്നു വരുന്ന ഈ ചൂട്. നമ്മുടെ ശരീരം വേർക്കുന്നത് ഒരു നല്ല പരിധി വരെ നമ്മളെ കൂളാക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് കൂടെ നമ്മൾ ഇത്രയും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടും എത്രയോ കുറവ് വേർപ്പ് ഗ്രന്ഥികൾ മാത്രമുള്ള മൃഗങ്ങൾ എത്രത്തോളം അൺകംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഈ വേനൽക്കാലത്ത് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എൻഷുർ ഹൈഡ്രേഷൻ എന്നുള്ളതാണ്. അതായത് 24 മണിക്കൂറും കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കൂട്ടിനുള്ളിൽ നിർബന്ധമായും വെള്ളം വെച്ചു കൊടുക്കണം. അതിന് പുറമെ കുടിക്കാൻ പറ്റുന്ന വെള്ളം പല സ്ഥലങ്ങളിലായി വെച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ വെള്ളത്തിൽ ഐസ് ഇടുന്നത് നല്ലതാണ്, പക്ഷേ വെയിലത്ത് നിന്ന് കയറി വന്ന് ഉടനെ ഐസ് ഇട്ട വെള്ളം കുടിക്കുന്നത് നായ്ക്കൾക്കും പൂച്ചകൾക്കും നല്ലതായിരിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഓവർ ഹീറ്റിംഗ് തടയുക എന്നുള്ളതാണ്. നായകൾക്കും പൂച്ചകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേർപ്പ് ഗ്രന്ഥികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായും ചെയ്യുന്നത് കിതയ്ക്കുക എന്നുള്ളതാണ്. പാൻറ്റിങ് എന്നാണ് ഇതിന് പറയുക. ബ്രാക്കിസെഫാലിക് ബ്രീഡ്സ് ആയിട്ടുള്ള നായകൾക്കും പഗ്സ്, ലസാപ്സോ, ഷിറ്റ്സു ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ബ്രാക്കിസെഫാലിക് ബ്രീഡ്സ് ആയിട്ടുള്ള പൂച്ചകൾക്കും പേർഷ്യൻ, ഹിമാലയൻ, ബർമിസ് ഇവർക്കും എഫക്റ്റീവായിട്ട് പാൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരും പിന്നെ പ്രായമായിട്ടുള്ള നായകളും ഓവർ വെയ്റ്റ് ആയിട്ടുള്ള നായകളും ഹീറ്റ് സ്ട്രോക്കിന് കൂടുതൽ പ്രോണാണ്. സോ എന്താണ് ഹീറ്റ് സ്ട്രോക്ക്? വെയിൽ കാരണമോ അല്ലെങ്കിൽ ചൂട് കാരണമോ നമ്മുടെ ശരീര താപനില ക്രമാതീതമായിട്ട് ഉയരുന്നതിനെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുക. നമ്മുടെ പെറ്റ്സിൽ കാണുന്ന മറ്റ് സിംറ്റംസ് ആണെങ്കിൽ അനിയന്ത്രിതമായിട്ട് കിതയ്ക്കുക, അല്ലെങ്കിൽ മോണയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുക, അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളർ ആവുക, നടക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുക, കുഴഞ്ഞു പോകുന്ന മാതിരി തോന്നുക, വായിൽ നിന്ന് വെള്ളം വരുന്നത് ഭയങ്കര തിക്കും വിസ്കസും ആവുക, ഹാർട്ട് റേറ്റ് കൂടുക. അതുപോലെ തന്നെ ചില മൃഗങ്ങളിൽ ഛർദിയും വയറ്റുന്ന പോക്കും വരെ ഉണ്ടാവാം. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു നനഞ്ഞ തുണി എടുത്ത് ഇവരുടെ മേത്തിടുക, ഇവരുടെ അതായത് പാദങ്ങളിൽ വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് വരാതെ നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വെയിലധികം അടിക്കുന്ന സ്ഥലങ്ങളിൽ നായനെ കെട്ടാതിരിക്കുക, നട്ടുച്ച നേരത്തൊന്നും ഒരുപാട് അവരെ അധ്വാനിപ്പിക്കാതിരിക്കുക. നടക്കാൻ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി നടക്കാൻ പോകുമ്പോൾ എപ്പോഴും വെള്ളം കയ്യിൽ കരുതുക, തണലിൽ കൂടെ നടക്കാൻ ശ്രദ്ധിക്കുക. വെയിൽ ആറിയിട്ടാണെങ്കിലും ടാർ, കോൺക്രീറ്റ് പോലെയുള്ള നടപ്പാതകളൊക്കെ ചൂടായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. അതുകൂടെ നടത്തുമ്പോൾ ഈ നായ്ക്കളുടെ പാദങ്ങൾ പൊള്ളിപ്പോവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും മണ്ണിലൂടെയോ അല്ലെങ്കിൽ പുല്ലിലൂടെയോ നടത്തിക്കുക. ഇനി വീട്ടിനുള്ളിൽ വളർത്തുന്ന നായ്ക്കളാണെങ്കിൽ ഫാനോ AC ഒക്കെ ഉപയോഗിച്ച് അവരുടെ ശരീര താപനില കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ കൂളിംഗ് മാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ജനലിനിടയിലൂടെയും വെയിലടിച്ചിട്ട് ടൈൽസും മാർബിളൊക്കെ ചൂടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ കാറിൽ നായ്ക്കളേനെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെന്നെ കാറിനകത്ത് പൂട്ടിയിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ 40 ഡിഗ്രിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ കാറ് ഒരു 10 മിനിറ്റ് വെയിലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ടെമ്പറേച്ചർ 120 ഡിഗ്രി വരെ പോവാം. അതായത് ഏകദേശം 3 ഇരട്ടി. പല രാജ്യങ്ങളിലും ഹോട്ട് കാർ ലോ എന്ന് പറഞ്ഞ് ഈ പ്രവൃത്തി ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേനൽക്കാലത്താണ് കൂടുതൽ ചെള്ളുകളും ടിക്സും ഒക്കെ ഉണ്ടാവുക. ബാഹ്യപരാധങ്ങളെ എങ്ങനെ തടയാം എന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അത് തടയാനുള്ള മാർഗങ്ങൾ എന്തായാലും സ്വീകരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ ആ ലോണിലെ പുല്ലുകളൊക്കെ വെട്ടി ചെറുതാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ ജീവികളെ
അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. ദിവസവും നിങ്ങളുടെ പെറ്റ്സിൻ്റെ മുകളിൽ ചെള്ളോ ടിക്സോ എങ്ങാനും കയറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. നടക്കാനൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് കോളറിൻ്റെ താഴ്ഭാഗം കൂടിയാണ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഭാഗമാണത്. ഇനി പനി, ഛർദി ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ച് ടിക് ഫീവർ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഈ സമയത്ത് കൂടുന്ന മറ്റ് 2 പ്രാണികളാണ് തേനീച്ചയും വേട്ടാളനും. അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്നാലെ പോയി കുത്തുകൊള്ളാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും പൂച്ചകളിൽ. ഇനി മറ്റൊരു കാര്യം എൻഷുർ ന്യൂട്രീഷൻ എന്നുള്ളതാണ്. ചൂടൊക്കെ ആവുന്നത് കാരണം ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും കുറയാനുള്ള സാധ്യതയാണ് ഈ സമയത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് പലപ്പോഴായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. ഇനി കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതായത് കഞ്ഞി പോലെ ആക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ തണലുള്ള ഭാഗത്ത് മാത്രം ഭക്ഷണം കൊടുക്കാനും നോക്കുക. ഇനി കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കുരു കളഞ്ഞിട്ടുള്ള തണ്ണിമത്തൻ, ഓറഞ്ച്, പഴം, കക്കിരി, ചൂടാറിക്കഴിഞ്ഞിട്ടുള്ള സൂപ്പ് ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കഴിക്കുന്ന ഐസ്ക്രീംസ് ഒന്നും നായകൾക്കും പൂച്ചകൾക്കും കൊടുക്കുന്നത് അത്ര നല്ലതല്ല. പഞ്ചസാരയും ഉപ്പും കഴിയുന്നതും ഇവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് വാട്ടർ സേഫ്റ്റി എന്നുള്ളതാണ്. ഈ ചൂട് കാലത്ത് നമ്മൾ പുഴയിലേക്കും ബീച്ചിലേക്കും കുളത്തിലേക്കൊക്കെ നായ്ക്കളെയും പൂച്ചകളെയും കൊണ്ടുവന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യേണ്ടത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പെറ്റ് പാരൻ്റ് ആണ്. ഇനി ചില കുളങ്ങളിൽ ഈ വേനൽക്കാലത്തൊക്കെ പച്ച കളറിൽ ഒരു പായൽ പോലെ കാണാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് നായകൾക്കും പൂച്ചകൾക്കും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുളങ്ങളും അതുപോലെ തന്നെ അത്ര ഒഴുക്കില്ലാത്ത പുഴകളും ഒക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിങ് യുവർ പെറ്റ്. ചൂടല്ലേ എന്നാൽ പിന്നെ രോമം അങ്ങ് ഷേവ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. തണുപ്പ് കാലത്ത് ചൂടും ചൂട് കാലത്ത് തണുപ്പും കൊടുക്കുന്നതാണ് ഇവരുടെ രോമം. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇവർക്ക് കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക. ഇതിന് പകരം നമുക്ക് ട്രിം ചെയ്ത് വെക്കാം. 1 ഇഞ്ച് കനത്തിലെങ്കിലും രോമം നിലനിർത്തുന്നതാണ് കുറച്ച് ഹാരി ആയിട്ടുള്ള ബ്രീഡ്സ് ആണെങ്കിൽ എപ്പോഴും നല്ലത്. ചൂടായതുകൊണ്ട് കുളിപ്പിക്കുന്നതിൻ്റെ ഇടവേള ഇവിടെ കൂട്ടാം നമുക്ക്. കുളിപ്പിച്ചാലും കുളിപ്പിച്ചില്ലെങ്കിലും ദിവസം ബ്രഷ് ചെയ്യുന്നത് എന്തായാലും മറക്കാതിരിക്കുക. ഇത് നായ്ക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, പൂച്ചകൾക്കാണെങ്കിലും വേനൽക്കാലത്ത് കൂടുതൽ രോമം ഷെഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ രോമം ഷെഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഇതിൽ 1/3 ഇവർ തന്നെ അകത്താക്കും എന്നുള്ളതാണ്. ഈ രോമം അകത്ത് ചെന്ന് ഹെയർ ബോൾ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി എന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. 23 ബ്രീഡ് നായ്ക്കളേനെ ബാൻ ചെയ്തതിനെ കുറിച്ച് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള ഒരു മെസ്സേജ്, നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ വളർത്തുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ബ്രീഡുകളെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്നായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ബ്രീഡ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം ഉൾക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലെങ്തി ആയി പോവും, അത് കുറച്ച് ബോറിങ്ങും ആയിരിക്കും. അതുകൊണ്ട് ഓരോ ബ്രീഡുകളായിട്ട് ഞാനത് ഷോർട്സിൽ ചെയ്യുന്നുണ്ട്. നോ ദ ബ്രീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇപ്പം നിലവിൽ മാസ്റ്റിഫ്, ടെറിയർ, ഹൗൺസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാം. ഇനിയും എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.